ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സൂർദാസിന്റെ പോയട്രിയായ മയ്യാ മേ നഹി മാഖൻ ഖായോ എന്ന കവിതയാണ്. ഇദ്ദേഹം പേരുകേട്ട ഉത്തരേന്ത്യൻ ഭക്തകവിയായിരുന്നു. അദ്ദേഹം ജന്മനാ അന്ധനാണെന്ന് പറയപ്പെടുന്നു. മധുര കേന്ദ്രീകരിച്ച് പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലെ പ്ലജ് മേഖലയിൽ സംസാരിക്കുന്ന ഭാഷയാണ് പ്ലജ് ഭാഷ. ഈ ഭാഷയിൽ എഴുതിയ ഒരു പോയട്രിയാണിത്. മയ്യാ മേ നഹി മാഖൻ ഖായോ. അമ്മേ, ഞാൻ വെണ്ണ കഴിച്ചിട്ടില്ല. കൂട്ടുകാരുമൊത്തു വെണ്ണ കട്ടുതിന്ന് ശ്രീകൃഷ്ണനോട് ദേഷ്യത്തോടെ അമ്മ ചോദിക്കാൻ വരികയാണ്. ആ സമയം കൃഷ്ണൻ പറയുകയാണ്, അമ്മേ, ഞാൻ വെണ്ണ കഴിച്ചിട്ടില്ല. അതിരാവിലെ തന്നെ എന്നെ പശുക്കളെ മേയ്ക്കാനേച്ചില്ലേ. 12 മണിക്കൂറോളമായി പശുക്കളുടെ പുറകെ നടക്കുകയാണ് ഞാൻ. സന്ധ്യ കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ വന്നത്. പിന്നെങ്ങനെയാ ഞാൻ വെണ്ണ കഴിക്കുന്നത്? ഞാനൊരു കുഞ്ഞല്ലേ, എന്റെ കൈകളും വളരെ ചെറുതല്ലേ, പിന്നെങ്ങനെയാണ് മുകളിൽ കെട്ടിവച്ചിരിക്കുന്ന ഉറിയിൽ നിന്ന് വെണ്ണ കൈയിട്ടെടുക്കാൻ പറ്റുക? പക്ഷേ കൃഷ്ണന്റെ മുഖത്തുപറ്റി പിടിച്ചിരിക്കുന്ന വെണ്ണ കണ്ട് അമ്മ ചോദിച്ചപ്പോൾ കൃഷ്ണൻ പറഞ്ഞത്, ഇത് മറ്റു ഇടയബാലന്മാർ എന്നോട് പകരം വീട്ടാൻ അവർ ബലം പ്രയോഗിച്ച് എന്റെ മുഖത്ത് തേച്ചുവച്ചതാണ്. ഇത്രയും പറഞ്ഞ് ശ്രീകൃഷ്ണൻ അമ്മയോട് പരിഭവം പറയുകയാണ്. അമ്മേ, അമ്മ മനസ്സുകൊണ്ട് വളരെ നിഷ്കളങ്കയാണ്, അതുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത് കേട്ട് വിശ്വസിക്കുന്നത്. അമ്മയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് പക്ഷാഭേദമുണ്ടാകാറുണ്ട്. കാരണം ഞാൻ അമ്മയുടെ മകനല്ലല്ലോ. ഇന്നാ ഈ വടിയും കമ്പിളിയും പിടിച്ചോ. ഇതെന്നെ കുറെ കളിപ്പിച്ചതാണ്. ശ്രീകൃഷ്ണൻ ഇതെല്ലാം പറഞ്ഞപ്പോൾ യശോദ ചിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് ശ്രീകൃഷ്ണനെയമ്മ കെട്ടിപ്പിടിക്കുകയാണ്. സൂർദാസ് 15-ാം നൂറ്റാണ്ടിലാണ് ജീവിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഭൂരിഭാഗവും മധുര, ഗോവർദ്ധൻ, ബ്രിഡ്ജ് എന്നീ സ്ഥലങ്ങളിൽ ശ്രീകൃഷ്ണനെ സ്തുതിച്ചുകൊണ്ടുള്ള ഭക്തിഗാനങ്ങൾ പാടി ജീവിതം ചിലവഴിച്ചു. അദ്ദേഹത്തിന്റെ രചനകളെല്ലാം വളരെ ലളിതവും സുന്ദരവുമാണ്. അതുകൊണ്ടുതന്നെ ജനങ്ങളുടെ ഇടയിൽ ഇത് വളരെയേറെ പ്രസിദ്ധവുമാണ്. അദ്ദേഹത്തിന്റെ കവിതകളിൽ അധികവും ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തെക്കുറിച്ചുള്ള വർണ്ണനയാണ്. ഈ കവിതകളെല്ലാം വളരെയേറെ പോപ്പുലറും രാജ്യം മുഴുവൻ സ്നേഹത്തോടുകൂടി പാടുകയും ചെയ്യുന്നു. തന്റെ മികച്ച രചനകൾ കൊണ്ട് അദ്ദേഹത്തെ മഹാകവി സൂർദാസ് എന്നു വിളിക്കുന്നു. അദ്ദേഹം മരിച്ചത് 16-ാം നൂറ്റാണ്ടിൽ ആയിരുന്നു.